കാശി പാർട്ട് 23. അതിന് നീ ആരടി സ്നേഹിച്ചത്? അതും പറഞ്ഞ് അവളെ മറികടന്നുകൊണ്ട് അവൻ പോയതും ശ്രീ ദേഷ്യത്തോടെ അവനെ നോക്കി. നീ എത്ര നാൾ അഭിനയിക്കും ശ്രീയാത്മ? അവൾ അത് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും അടുക്കളയിലേക്ക് വരുമ്പോൾ ശരണ്യ അവിടെ കളിയാക്കി ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. ശ്രീ അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഗൗരിയും കാശിനാഥനും കൂടി കോണിപ്പടികൾ ഇറങ്ങി വരുന്നത്. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരുന്ന ഗൗരിയെ കാശിയേശൻ നോക്കി നിന്നു. അമ്മാവന് അവരെ കണ്ടതും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ, എല്ലാവരും എത്തിയോ? എന്നിട്ട് ഞങ്ങളെ ആരും വിളിച്ചില്ലല്ലോ കാശി അവൻ കസേരയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അവന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗൗരിയും ഇരുന്നു. ആ, നിങ്ങളെ വിളിക്കാൻ വരാൻ നിൽക്കുമായിരുന്നു ശരണ്യ. വലിയ സ്നേഹത്തോടെ അവളുടെ സംസാരം കേട്ട് എല്ലാവരും അവളെ നോക്കി. അവളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീ അവളെ ഒന്ന് നോക്കി പതിയെ ചെവിയോരം. മോളെ, ഇങ്ങനെ സ്നേഹിച്ചു പറയല്ലേ. നിന്റെ കാശിയേട്ടനെ മുഖമൊന്ന് നോക്ക്. നിന്നെ ഇപ്പോ കയ്യിൽ കിട്ടിയാൽ പറയണോ ബാക്കി? അത് കേട്ടതും ശരണ്യ കാശിയെ നോക്കുമ്പോൾ അവൻ നല്ല ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അത് കണ്ടതും അവൾ പെട്ടെന്ന് തല താഴ്ത്തി. വാവ്, നല്ല രുചിയുള്ള ഭക്ഷണം. അവിടെ ഗൗരിയെ കെട്ടിയത് മുതൽ ഭക്ഷണം അമ്മ ഉണ്ടാക്കാറേ ഇല്ല. ഇത്ര രുചിയുള്ളത് കഴിച്ചിട്ട് എത്രയായി എന്നറിയോ കാശിനാഥൻ? അത് കേട്ടതും ഗൗരി ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ആ, ഇനി ഇവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഗൗരി, അതാ പിണങ്ങല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതും പറഞ്ഞ് അവൻ അവളുടെ കവിളിലൊന്ന് തലോടി. ഇതെല്ലാം കണ്ട് കാശിയേശനെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ നാണഭാവം കണ്ടതും അവൻ കയ്യിലുള്ള ചപ്പാത്തിയെ ഞെരുക്കി. ശ്രീയുടെ തൊട്ടിപ്പുറത്തായിരുന്നു കാശിയേശൻ. അവരുടെ ഓപ്പോസിറ്റായിരുന്നു കാശിനാഥനും ഗൗരിയും. പെട്ടെന്നാണ് കാശി ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ നെറുകയിൽ കയറി അവൻ ചുമക്കാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി കാശിയേട്ടാ? അതും പറഞ്ഞ് ഗൗരി ചാടി എണീറ്റു. അവന് വെള്ളമെല്ലാം നൽകി തലയിൽ കൊട്ടിക്കൊടുത്തു. മറ്റുള്ളവർ അതെല്ലാം കാണുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. പക്ഷേ കാശിയേശൻ ദേഷ്യത്തിൽ ഗൗരിയെ നോക്കുന്നുണ്ട്. ശ്രീ ആണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട്, ദേവി, ഇവരുടെ അഭിനയം കണ്ടാൽ ശരിക്കും ഭാര്യ ഭർത്താവിനെ പോലെ തന്നെ ഉണ്ടല്ലോ. ശ്രീ ആത്മ അവരെ തന്നെ നോക്കിക്കൊണ്ട് ശ്രീ അത് വിചാരിച്ചതും അപ്പോഴാണ് പെട്ടെന്ന് കാശിയേശൻ, അമ്മാവാ, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാശിയേശൻ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരും എന്താണെന്ന പോലെ അവനെ നോക്കി. ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇങ്ങനെയുള്ള സംസാരം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സംസാരിക്കാം. അമ്മാവൻ അവൻ പറഞ്ഞത് എന്തോ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ അമ്മാവൻ അത് പറഞ്ഞതും, ഞാനൊരു പ്രധാന കാര്യം പറയാൻ വന്നതാണ് കാശി. എന്തു തന്നെയാണെങ്കിലും ശരി, ഭക്ഷണം കഴിച്ചു കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. അമ്മാവൻ നല്ല ഗൗരവത്തിലായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ടതും അവൻ ഒന്നും മിണ്ടാതിരുന്നു. അത് കണ്ടതും ശ്രീ ചെറിയ ശബ്ദത്തിൽ ഒന്ന് കളിയാക്കി ചിരിച്ചതും കാശിയേശൻ അവളെ ദേഷ്യത്തിൽ നോക്കി. ഗൗരിയും കാശിനാഥനും ഒന്നും അറിയാത്ത പോലെയാണ് ഇരിപ്പ്. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും എണീറ്റതും ഗൗരി അവളുടേതും കാശിനാഥന്റെയും പാത്രമെടുത്ത് കഴുകാനായി നടന്നു. എല്ലാവരും അവരവരുടെ പാത്രം കഴുകി. കാശിയേശൻ അവന്റെ പാത്രം കഴുകി നേരെ തിരിയുന്നത് ഗൗരിയുടെ മുമ്പിലേക്കാണ്. ഒരു വേള രണ്ടുപേരും ഒന്ന് നോക്കിയെങ്കിലും ഗൗരി അവനെ അറിയുക പോലും ഇല്ലാത്ത പോലെ അവിടെ നിന്നും മാറി നിന്നു പാത്രം വൃത്തിയാക്കി. എല്ലാവരും ആളിലിരുന്നു. കാശിനാഥനും ഗൗരിയും എന്തോ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ നിന്നതും, നിൽക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എല്ലാവരോടും. കാശിയേശൻ, ആ, അതിനെന്താ, നീ സംസാരിച്ചോ. കാശിനാഥൻ, ശ്രീവിദ്യയെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് അവനൊന്ന് നിർത്തിക്കൊണ്ട് ശ്രീയെ നോക്കി. ശ്രീ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കുന്നുണ്ട്. ഞാൻ ശ്രീയെ എൻ്റെ ഭാര്യയായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കല്യാണം ആഘോഷമായി ഉണ്ടാക്കണമെന്ന്. കാശിയേശൻ അവൻ അത് പറഞ്ഞ് നിർത്തിയതും ശ്രീ ഞെട്ടിപ്പോയി. കാശിനാഥനും ഗൗരിയും പരസ്പരം നോക്കി. അമ്മാവനും മറ്റുള്ളവരും വളരെയധികം സന്തോഷത്തോടെ അവനെ നോക്കി. നീ പറഞ്ഞത് സത്യമാണോ മോനെ? അമ്മാവൻ,
ശരണ്യാണെങ്കിൽ കണ്ണെല്ലാം നിറഞ്ഞ് അവനെ നോക്കുന്നുണ്ട്. കാശി, നീ ഇത് ഇത്ര പെട്ടെന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പെട്ടെന്ന് കാശിനാഥൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. അമ്മാവ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്നറിയൂല. ഇവൻ്റെ സഹോദരൻ തന്നെയാണ് ഞാനെന്ന് അമ്മാവന് അറിയുമെന്നും എനിക്കറിയാം. ഇവൻ്റെയും എൻ്റെയും കല്യാണം ഒപ്പമുണ്ടാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഇവന്. എനിക്ക് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് ആരും അറിയാതെ ഇവളുടെ കഴുത്തിൽ ഒന്ന് താലി ചാർത്തേണ്ടി വന്നു. പക്ഷേ അപ്പോഴും ഇവന് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ കല്യാണം ഉണ്ടാക്കുമ്പോൾ രണ്ടുപേരുടെയും ആഘോഷമാക്കി ഉണ്ടാക്കാമെന്ന്. കാശിനാഥൻ അവൻ വലിയ ഇമോഷണലോടെ പറഞ്ഞതും കാശിയേശനും മറ്റുള്ളവരും ഒന്ന് ഞെട്ടി. അമ്മാവ, എന്നോട് നിങ്ങൾ ക്ഷമിക്കില്ലേ? കാശിനാഥൻ പെട്ടെന്ന് അമ്മാവൻ്റെ കാലിൽ വീണുകൊണ്ട് വിളിച്ചതും എല്ലാവരും ഒന്ന് ഞെട്ടി. അമ്മാവൻ ഒരു ഞെട്ടലോടെ നിന്നുവെങ്കിലും പെട്ടെന്ന് അവനെ എണീപ്പിച്ചു കെട്ടിപ്പിടിച്ചു. കാശിയേശൻ ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട്. നിന്നോടെനിക്ക് ഒരു ദേഷ്യവുമില്ല മോനെ, നീയും എൻ്റെ മോനല്ലേ. നിങ്ങളുടെ അമ്മ ചെയ്ത വേദന ഉള്ളില്ലേ. നിന്നെ ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഇവൻ എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാത്തതിൽ ഇവനോട് എനിക്ക് ദേഷ്യം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം ഇവനില്ലല്ലോ. അതും പറഞ്ഞ് കാശിയേശനെ ഒന്ന് ദേഷ്യത്തെ നോക്കി. എന്നിട്ട് വീണ്ടും, നീയും ആരവിൻ്റെ ഏട്ടനാണെന്ന് അവൻ അറിയില്ല മോനെ. അമ്മാവൻ അവനെ വേദനയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരവ് ഒരു ഞെട്ടലോടെ നിന്നു. എൻ്റെ ഏട്ടനോ? ആരവ്: അതേ മോനെ, നിന്റെ ഈ 2 ഏട്ടന്മാരും ട്വിൻസാണ്. അമ്മാവൻ അത് കേട്ടതും ആരവും മറ്റുള്ളവരും ഒരു ഞെട്ടലോടെ നിന്നു. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അമ്മാവൻ ആരവ് ഒരു ഞെട്ടലോടെ നോക്കി നിന്നതും കാശിനാഥൻ അവനെ പോയി അങ്ങ് കെട്ടിപ്പിടിച്ചു. ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവനും സന്തോഷത്തോടെ നോക്കി. ഇങ്ങനെ ഒരു ഏട്ടനുള്ളത് ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. ആരവ് പിന്നീട് ശരനും കൂട്ടുകാരും എല്ലാവരും വലിയ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം അറിയിച്ചു. കാശിയേശന് ഇതൊന്നും ഇഷ്ടമാകുന്നേയില്ലെന്ന് അത് ശ്രീക്ക് അവൻ്റെ മുഖം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. എൻ്റെ ശ്രീമോൾക്ക് ഒരു കൂട്ടായല്ലോ നീ. അമ്മാവൻ ഗൗരിയെ നോക്കിക്കൊണ്ട് അമ്മാവൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞതും അങ്ങനെ എനിക്ക് 2 ഏട്ടത്തിമാരായി. അവൻ വലിയ സന്തോഷത്തോടെ പറഞ്ഞു. കാശിയേശൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ അമ്മാവൻ എന്തു പറയുമെന്ന് വിചാരിച്ച അമ്മാവനോട് ഇവനെക്കുറിച്ച് പറയാതിരുന്നത്. കാശിയേശൻ അവൻ കാശിനാഥനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഇങ്ങനെ കാണുന്നതിൽ വല്ലാത്തൊരു സന്തോഷം. അമ്മാവൻ അതും പറഞ്ഞ് 2 പേരെയും അമ്മാവൻ 2 ഭാഗത്തായി പിടിച്ചു. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം മക്കളെ. അമ്മാവൻ അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. പക്ഷെ അവിടെ ഒരു സ്ഥാനവും ഇല്ലാതെ നിന്നിരുന്ന ശരണ്യക്ക് എല്ലാം കൂടെ ദേഷ്യമായി അവൾ മുറിയിലേക്ക് ഓടി. ഞാനിവിടെ ആരും അല്ല അല്ലേ? എനിക്കറിയാം ഇനി എന്താ വേണ്ടത് എന്ന്. ഛേ, ഈ കാശിനാഥൻ ഇതെന്ത് വിചാരിച്ചായിരിക്കും ഇവിടേക്ക് വന്നത്? ഗൗരിയെ ശരിക്കും അവൻ വിവാഹം ചെയ്ത് കാണുമോ? അവരുടേത് ഒരു നാടകമാണെങ്കിൽ ഞാൻ ശ്രീവിദ്യയെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൻ എതിർക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതും ആലോചിച്ച് ടെറസിൽ അവൻ ഓരോന്നാലോചിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൗരി അവനെ പുറകിലൂടെ കെട്ടിപ്പിടിക്കുന്നേ. അവൻ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിന്നു. കാശിയേട്ടാ, ഏട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എവിടെയെല്ലാം നോക്കി. ഗൗരി അത് കേട്ട് അവനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളുടെ കൈ വിടിവിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആ, എന്താണ്? വലിയ ഗൗരവത്തിലാണല്ലോ. എന്ത് പറ്റി? ഇനി ശ്രീ എങ്ങാനും ഓർക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒന്നങ്ങ് തരുവേ. എന്നോട് പറഞ്ഞ പ്രോമിസ് ഓർമ്മയില്ലേ? അവൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് കാശിയുടെ കയ്യിൽ പിടിച്ചതും അവനൊന്ന് ഞെട്ടി. അപ്പോ ശ്രീയുടെ കാര്യം ഇവൾക്കറിയാം. അപ്പോ എന്നെ പറ്റി ഇവൾക്കറിയോ? ഇവർ ശരിക്കും ഇത്ര സ്നേഹത്തിലാണോ? കാശിയേശൻ ആത്മാ. കാശിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ ഇങ്ങനെ ആദ്യമായി കാണുന്ന പോലെ ആലോചിച്ച് നോക്കുന്നത്? കാശി അവളുടെ സംസാര രീതിയെല്ലാം കണ്ട് എന്താണെന്ന പോലെ നോക്കി. നിങ്ങൾ എന്താ വായിൽ പയം തിരികെ വെച്ചോ? എന്താ ഒന്നും മിണ്ടാത്തേ? ഗൗരി അവൻ്റെ മുഖത്ത് കൈ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചുകൊണ്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചതും അവനൊരു ഞെട്ടലോടെ നിന്നു. ഡീ! അവിടെ വലിയ ശബ്ദത്തിൽ ശ്രീയുടെ ശബ്ദം കേട്ടതും ഗൗരിയും കാശിയും തിരിഞ്ഞു നോക്കി. ശ്രീ വലിയ ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് വന്നു. നീ നിന്റെ ഭർത്താവിനെ പോയി കുറുക്, അല്ലാതെ എൻ്റെ ഭാവി ഭർത്താവിനോടല്ല.
ശ്രീ ദേഷ്യത്തിൽ ഗൗരിയെ വന്ന് അവിടെ നിന്നും പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഗൗരി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. നീ ഒരു തോണിയിൽ കാലിട്ടാ മതി, 2 തോണിയിൽ കാലിടാൻ നോക്കണ്ട. യു, നീ എന്തൊക്കെയാടി പറയുന്നേ? നിന്റെ ഭാവി ഭർത്താവോ? അപ്പൊ എന്റെ ഭർത്താവോ? എന്ത്, എന്നോടാണോ ചോദിക്കുന്നത്? നിന്റെ മുറിയിൽ കാണും, ഇത് എന്റെ കാശിയേട്ടനാണ്. ശ്രീ കയ്യം കെട്ടി ദേഷ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഗൗരി അവനെ ഒന്ന് നോക്കി. നിനക്കെങ്ങനെ അറിയാ ഇതെന്റെ കാശിയല്ലെന്ന്? ഗൗരി, ഈ പയം വീങ്ങിയ നൃത്തം കണ്ടാൽ അറിഞ്ഞൂടെ ഇത് നിന്റെ കാശിയല്ലെന്ന്? ശ്രീ അത് കേട്ടതും കാശി അവളെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അവളത് കണ്ടിട്ടും കാണാത്ത പോലെ നിന്നു.